നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ളവരുടെ എല്ലാം പിന്നിൽ നാം അറിയാത്ത വേദനകളുടെയും അവഗണിക്കലിന്റെയും ഒറ്റപ്പെടുത്തലിന്റെയും ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാവും. ഒരു തെരുവു മായാജാലക്കാരനെ പോലെ അവ നമ്മളിൽ നിന്നും സമർത്ഥമായി മറച്ചു വെക്കപ്പെടുന്നു എന്നതാണ് സത്യം. ഇന്നസെന്റിന്റെ ജീവിതം അത്തരത്തിലൊന്നായിരുന്നു. ആ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് ചിരിക്കു പിന്നിലെന്ന ഈ പുസ്തകം. ഈ പുസ്തക പരിചയപ്പെടുത്തൽ ഒരുപാട് ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച ആ കലാകാരനോടുള്ള ആദരവും സ്നേഹവുമാണ്. പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നസെന്റ് പറഞ്ഞു തുടങ്ങുന്നു. ചിരിപ്പിക്കാനുള്ള സിദ്ധി നിക്ഷേപിച്ചാണോ ദൈവം തന്നെ ഭൂമിയിലേക്ക് വിട്ടതെന്ന് അറിയില്ല. പക്ഷേ ഒന്നറിയാം, എൻ്റെ പരാജയങ്ങളിൽ നിന്നും അനുഭവിച്ച അവഗണനകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു ഞാൻ ചിരിച്ചു തുടങ്ങിയതും മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ശ്രമിച്ചതും. കൂടപ്പിറപ്പുകളെയും കൂട്ടുകാരെയും അപേക്ഷിച്ച് പഠനത്തിലെന്നും പരാജിതനും പിൻബെഞ്ചുകാരനുമായിരുന്നു ഞാൻ. പഠിച്ചതെല്ലാം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അവയെക്കുറിച്ചുള്ള വിചിത്രമായ സംശയങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ പരീക്ഷയ്ക്ക് ഒരിക്കലും ഒന്നും എഴുതാൻ സാധിച്ചില്ല. തോൽവിയിൽ നിന്നും തോൽവികളിലേക്കും വിഷാദത്തിലേക്കും ജീവിതം അന്തമില്ലാതെ ഒഴുകിയപ്പോൾ തനിക്ക് രണ്ട് വെളിച്ചങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അപ്പനും തൻ്റെ ഉള്ളിൽ താൻ പോലും അറിയാതെ വരുന്ന ഫലിതവും. അപ്പൻ കമ്മ്യൂണിസ്റ്റുകാരനും ഗൗരവക്കാരനുമായിരുന്നു. എങ്കിലും ഉള്ളിൽ ഫലിതത്തിന്റെ മധുരം സൂക്ഷിച്ചിരുന്നു. ഒന്നിനും കൊള്ളാത്ത ഒരു മകനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അപ്പന് സാധിച്ചു. എൻ്റെ മനസ്സിലെ നേരിയ വേദനകളെയും നിഴലാട്ടങ്ങളെയും പോലും അപ്പന് മനസ്സിലായി. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പൊട്ടിച്ചിരിച്ച് കാണിച്ചു തന്നു. ഒന്നും ആവാൻ എന്നെ നിർബന്ധിച്ചില്ല, ഒറ്റപ്പെട്ടു പോകാനും അനുവദിച്ചില്ല. എനിക്ക് നേരെ വരുന്ന പരിഹാസങ്ങളെ ഫലിതത്തിന്റെ പരിചയം ഉപയോഗിച്ച് തടുത്തപ്പോഴെല്ലാം അപ്പൻ ചിരിച്ചുകൊണ്ട് എന്നെ ചേർത്തു പിടിച്ചു. എന്നിട്ട് എല്ലാവരും കേൾക്കെ പറഞ്ഞു, ഇവനാ എൻ്റെ മകൻ. ഈ അനുഭവക്കുറിപ്പുകൾ എൻ്റെ പരാജിതമായ ബാല്യകൗമാരങ്ങളുണ്ട്. പല വേഷങ്ങൾ കെട്ടിയ അലച്ചിലുകളുണ്ട്. അവയ്ക്കിടെ കണ്ടുമുട്ടിയ വിചിത്രമായ മനുഷ്യരുണ്ട്. അവരുടെ ജീവിതമുണ്ട്. രാഷ്ട്രീയവും കച്ചവടവും പട്ടിണിയുമുണ്ട്. മരണത്തിനും ജീവിതത്തിനുമിടയിലൂടെ എൻ്റെ കടന്നുപോകലുണ്ട്. വഴി നടത്തിയ വെളിച്ചങ്ങളും അനുഭവത്തിൽ നിന്നൂറിയ ദർശനവുമുണ്ട്. ഇവയൊക്കെ ചേർന്നാണ് ഇന്നസെന്റ് ഉണ്ടായത്. ചിരിയും ചിന്തയും ചെറിയ നോവുമൊക്കെയായി മികച്ചൊരു വായനാനുഭവം സമ്മാനിക്കുവാൻ ഈ ചിരിക്കു പിന്നിൽ എന്ന പുസ്തകത്തിന് കഴിയും. നിങ്ങളുടെ വായനാ ജീവിതത്തിൽ ഒരു വഴിവെളിച്ചമായി ഈ ചിരിക്കു പിന്നിൽ എന്ന വായന ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു പുസ്തക വിശേഷവുമായി വീണ്ടും കാണാം.